ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് 10th സോഷ്യൽ സയൻസ് ആണ്. നമുക്കറിയാം സോഷ്യൽ സയൻസ് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് 2 ഭാഗങ്ങളായിട്ടാണ്. ഒന്ന് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടത്, ഫസ്റ്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ. ദെൻ സെക്കൻഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടത്. ഇങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ഈ 2 ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് 80 മാർക്കിന്റെ എക്സാമിന് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആദ്യത്തേത് ഹിസ്റ്ററി ആണെങ്കിൽ രണ്ടാമത് ജോഗ്രഫി. ക്ലിയർ? അത് നമ്മൾ ഇന്ന് ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആദ്യത്തെ പാർട്ടായ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ കൈകളിലൊക്കെ തന്നെ ഈ 10th സോഷ്യൽ സയൻസിന്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഉണ്ടെങ്കിൽ ആ ടെസ്റ്റ് എടുത്തു കൊടുക്കുക. ഇല്ലാത്ത ആൾക്കാരെ നോട്ടൊക്കെ എടുത്തു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ടെസ്റ്റിൽ അടയാളപ്പെടുത്തി വെക്കുകയോ ചെയ്യും. ഓക്കെ, ഈ 1ാമത്തെ ടെസ്റ്റില് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഏതില് ഹിസ്റ്ററിയിലെ 1ാമത്തെ ടെസ്റ്റിൽ നമുക്ക് ആകെ എത്ര പാഠങ്ങൾ കാണാം? 6 പാഠങ്ങൾ കാണാം. അടുത്ത ടെസ്റ്റില് ഹിസ്റ്ററിയിൽ തന്നെ അടുത്ത ടെസ്റ്റില് 5 പാഠങ്ങൾ, അങ്ങനെ 11 പാഠങ്ങളാണ് നമുക്ക് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. എത്ര പാഠങ്ങൾ? 11 പാഠങ്ങൾ. അതില് നമ്മൾ ഇന്ന് പഠിക്കുന്ന പാഠമാണ് നമ്മൾ ബോർഡിൽ എഴുതിയിരിക്കുന്ന റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്. അതിന് മലയാളം ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ഇംഗ്ലീഷില് റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്. ഈ പാഠം ആരംഭിക്കുന്നത് കുമാരനാശാന്റെ ഒരു കവിതയുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ബോധനം. ഈ കവിതയിൽ ആശാൻ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, വായനക്കാരോട് പറയുന്നു, സ്വാതന്ത്ര്യം അമൃതാകുന്നു, സ്വാതന്ത്ര്യം ജീവിതമാകുന്നു, സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയെ കുറിച്ച് ചിന്തിക്കാനേ സാധ്യമല്ല, അത് മരണത്തെക്കാൾ ഭയാനകമാകുന്നു എന്നാണ്. അപ്പൊ നമുക്കൊരിക്കൽ പോലും ചിന്തിക്കാൻ സാധ്യമല്ല എന്തില്ലാത്ത അവസ്ഥ? സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ. പണ്ട് കാലങ്ങളിൽ ജനങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യവും ഭരണകൂടം നൽകിയിരുന്നില്ല. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്യൂഡലിസം. Feudal lords controlled the common people. They denied all fundamental rights. എല്ലാ മൗലികാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടവരായിരുന്നു സാധാരണക്കാര്. അതിൽ നിന്ന് മോചനത്തിന് വേണ്ടിയിട്ട് അവര് വിപ്ലവങ്ങൾ നടത്തി. അങ്ങനെയാണ് മനുഷ്യജീവിതം അർത്ഥപൂർണമായി മാറിയത്, അല്ലെങ്കിൽ വളർച്ചയുടെ പടവുകൾ കയറിയത്. അപ്പൊ ഇതില് ഈ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ നമ്മൾ പ്രധാനമായും നമ്മൾ പഠിക്കുന്നത് 5 വിപ്ലവങ്ങളാണ്. അതിൽ ആദ്യത്തേത് അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. സെക്കൻഡ് ഫ്രാൻസുമായി ബന്ധപ്പെട്ടത് ഫ്രഞ്ച് റവല്യൂഷൻ. തേർഡ് ലാറ്റിൻ അമേരിക്ക. Then fourth Russia. Then last fifth China. അപ്പൊ ഒന്നുകൂടി നോക്കാം. ലോകത്തെ സ്വാധീനിച്ച 5 വിപ്ലവങ്ങൾ ഏതൊക്കെ? നമ്പർ 1 അമേരിക്ക, then second ഫ്രാൻസ്, then third ലാറ്റിൻ അമേരിക്ക, then fourth റഷ്യ, then last ചൈന. ഇതില് ആദ്യത്തേത് അമേരിക്ക. അമേരിക്ക ആർക്കെതിരെ? അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട്. Then second ഫ്രാൻസില് ലൂയി 16 എന്ന ഭരണാധികാരിക്കെതിരെ നടന്നത്. ലൂയി was really an autocrat, so the people of France hate the administration of Louis XVI. Then they fought bravely. That is known as French Revolution. Then third, Latin America. Latin American people were against Spain. Latin America ആർക്കെതിരെയാണ്? സ്പെയിനെതിരെ. Okay, clear? മനസ്സിലാക്കില്ലോ? The next, Russia.
റഷ്യൻ വിപ്ലവം റഷ്യയിലെ അധ്വാനിക തൊഴിലാളികൾ ഭരണകൂടത്തിനെതിരെയും മുതലാളി വർഗത്തിനെതിരെയും നടത്തിയ ഐതിഹാസികമായ പോരാട്ടം. ആ പോരാട്ടത്തിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിച്ചത്. ഓർക്കുന്നുവോ നിങ്ങളെ പേര്? ലെനിൻ. ലെനിന്റെ കീഴിൽ. ഓക്കെ. ലാസ്റ്റ് ചൈന. ചൈനയിലെ മാവോ സേതോങ് നടത്തിയ ഐതിഹാസികമായ വിപ്ലവത്തിലൂടെ ചൈനയിലെ നൂറ്റാണ്ടുകൾ ഭരിക്കുന്ന ഭരണകൂടവും അതേപോലെ തന്നെ വിദേശാധിപത്യവും തകർക്കപ്പെട്ടു. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് മാറുകയില്ല. ഇതാണ് നമ്മുടെ 5 വിപ്ലവം. ഒന്നുകൂടി നോക്കാം. നമ്മള് ദ ഫസ്റ്റ് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ ഓർ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ദെൻ സെക്കൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ. Then next Latin American revolution against Spain. Then fourth Russian revolution. The last Chinese revolution. So നമ്മൾ റവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവം എന്നിങ്ങനെ ഒരുപാട് തവണ കേട്ട് കഴിഞ്ഞു. എന്താണ് വിപ്ലവം? സഡൻ ചേഞ്ച് ഈസ് നോൺ ആസ് റവല്യൂഷൻ. പെട്ടെന്നുള്ള ഒരു മാറ്റമാണ് വിപ്ലവം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആൾക്കാർ വിപ്ലവകാരികളാകാൻ കാരണം അവരുടെ സ്വാതന്ത്ര്യം ആരെങ്കിലും നിഷേധിക്കുമ്പോഴാണ്. The government denied our fundamental rights, the people were against it. That led to revolutions. ഭരണകൂടം നമ്മുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ ജനങ്ങൾ ആരാകുന്നു? വിപ്ലവകാരികളായിട്ട് മാറും. റവല്യൂഷൻസ് 2 രീതിയിൽ നടക്കാറുണ്ട്. ഒന്ന്, it is based on non-violence. എന്താ ഈ non-violence? അഹിംസയിലാണ് ഇത്. ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സമരമാണ്. രണ്ടാമത്, it is based on violence. The revolutionary leaders took arms and weapons and fight against the authorities. ആയുധങ്ങൾ എടുത്തുള്ള രണ്ടാമത്തെ പോരാട്ടം. അപ്പൊ എത്ര രീതിയിൽ വിപ്ലവം? പ്രധാനമായും 2 രീതി. പെട്ടെന്ന് മാറ്റം വരാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര് ഭരണകൂടത്തിനെതിരെയോ അനീതിക്കെതിരെയോ 2 രീതിയിൽ പ്രതികരിക്കാറുണ്ട്. ഒന്ന്, വയലൻസുമായി ബന്ധപ്പെട്ട്. 2, അഹിംസയിൽ അധിഷ്ഠിതം. ചെറിയൊരു ഉദാഹരണം, നമ്മുടെ വീടുകളിൽ കുട്ടികൾ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും അവര് പല കാര്യത്തിനും വാശി പിടിക്കുകയോ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്താറുണ്ട്. ചിലരെന്ത് ചെയ്യും? പട്ടിണി കിടന്നുകൊണ്ട് കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താറില്ലേ? ചിലരാണെങ്കിലോ അവരുടെ ആവശ്യം നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവര് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? എടുത്ത് കളയുകയോ അല്ലെങ്കിൽ എറിഞ്ഞുടക്കുകയോ ചെയ്യാറുണ്ട്. അപ്പൊ ഈ 2 രീതിയിലാണ് വിപ്ലവവും മുന്നോട്ട് പോയത്. ഒന്ന്, ഇറ്റ് ബേസ്ഡ് ഓൺ നോൺ വയലൻസ്. സെക്കൻഡ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വയലൻസ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം, വിരാമകമായി വരുന്ന മറ്റൊരു കാര്യമാണ് വിപ്ലവത്തിന്റെ ചാലക ശക്തി. What is the most important elements of all revolutions? വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ആൾക്കാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറെ ആഗ്രഹിക്കാൻ തയ്യാറായിട്ട്? അതിനവരെ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു റിനൈസൻസ്. അതിന്റെ മലയാളം അറിയുക നവോത്ഥാനം. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം. നമ്മൾ 4ാം ക്ലാസ്സിൽ നവോത്ഥാനത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിൽ ഫ്യൂഡൽ പ്രമാണിമാര് നമ്മെ അടിച്ചമർത്തിയപ്പോൾ വെളിച്ചത്തിന്റെ പാതയിലേക്ക് മനുഷ്യനെ നയിച്ച പ്രസ്ഥാനത്തിന്റെ പേര് നവോത്ഥാനം. അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രീയ മനോഭാവം വളർത്തിയെടുത്ത സ്ഥാപനത്തിന്റെ പേര് റിനൈസൻസ്. റിനൈസൻസ് ആണ് അല്ലെങ്കിൽ നവോത്ഥാനമാണ് സ്വാതന്ത്ര്യം എന്നൊരു ബോധം മനുഷ്യനിലേക്ക് വളർത്തിയെടുക്കുകയും ആ നവോത്ഥാനമാണ് വിപ്ലവത്തിന്റെ ഒരു പ്രേരക ഘടകമായിട്ട് മാറിയത്. റിനൈസൻസ് ക്രിയേറ്റ് സോ മെനി തിങ്സ് ഇൻ അവർ മാൻകൈൻഡ്. നമ്പർ 1, പുസ്തകത്തിൽ കാണാം. നമുക്ക് ടെസ്റ്റിലേക്ക് എടുത്തു നോക്കുക, അല്ലെങ്കിൽ ടെസ്റ്റിലെ ആൾക്കാർ എടുത്തു നോക്കുക, അല്ലെങ്കിൽ പോയിട്ടൊക്കെ എഴുതി നോക്കുക. ടെസ്റ്റിലേക്ക് താഴെ കാണാം നവോത്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഏറ്റവും താഴെ നോക്കല്ലേ? നമ്പർ 1 മാനവികത.
then second ശാസ്ത്രബോധം കണ്ടിരിക്കണം. Okay, number 1 humanism, then second ശാസ്ത്രബോധം, social സയൻസുമായി ബന്ധപ്പെട്ട നോളജ്, then spirit of inquiry, vernacular language, criticism. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന്റെ പേര് റിനൈസൻസ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നും എന്താണ് വിപ്ലവങ്ങളുടെ പ്രേരകമായ ഘടകം? ഏതാണ് വിപ്ലവത്തിന്റെ പ്രേരക ഘടകം? റിനൈസൻസ് ഓർ നവോത്ഥാനം. The most important elements of all revolutions. Answer Renaissance. റിനൈസൻസ് മനുഷ്യരുമായി ബന്ധപ്പെടുന്നത് എങ്ങനെ, അല്ലെങ്കിൽ മനുഷ്യനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് റിനൈസൻസ് വരുത്തിയത്? നമ്പർ 1 സയന്റിഫിക് നോളജ്, ഹ്യൂമാനിസം, the spirit of inquiry, criticism, vernacular language. vernacular language പ്രാദേശിക ഭാഷ. പണ്ട് കാലങ്ങളിൽ ഉയർന്ന വർഗത്തിന്റെ ഭാഷ മാത്രമായിരുന്നു അച്ചടിച്ചു വന്നിരുന്നത്. ആ ഭാഷ അറിയാവുന്നവര് ഉന്നത കുലത്തിൽ പറഞ്ഞവര്. അതുകൊണ്ട് തന്നെ താഴ്ന്നവർക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയില്ലായിരുന്നു. അതിൽ നിന്ന് ഒരു മോചനം വന്ന ഒരു കാലമാണ് റിനൈസൻസ്. പ്രാദേശിക ഭാഷകൾ ഉദയം ചെയ്യുകയുണ്ടായി. ആൾക്കാർക്ക് വേഗത്തിൽ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. സ്പിരിറ്റ് ഓഫ് എൻക്വയറി, അന്വേഷണ ദൃഷ്ടി, അറിയുവാനുള്ള അദമ്യമായ ആഗ്രഹം നമ്മളിൽ ഉടലെടുത്തതും റിനൈസൻസ് തന്നെ. മാനവികത, മനുഷ്യനായി കാണാൻ നമ്മളെ പഠിപ്പിച്ചതും ഏത് തന്നെ? ഈ ഒരു നവോത്ഥാനം തന്നെ. നെക്സ്റ്റ് സയന്റിഫിക് നോളജ്, ശാസ്ത്രീയ ബോധം. അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്ന മധ്യകാലഘട്ടത്തിൽ നിന്നും ശാസ്ത്രബോധത്തിന്റെ സഹായത്തോടു കൂടി മനുഷ്യൻ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു കാലമായിരുന്നു നവോത്ഥാനം. അപ്പൊ നവോത്ഥാനമാണ് വിപ്ലവത്തിന്റെ പ്രേരകമായ ഘടകം. ഈ നവോത്ഥാനം ഏറ്റവും കൂടുതൽ ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ശാസ്ത്രീയത കടന്നു വന്നതോടുകൂടിയാണ് ജനങ്ങൾ അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളയാനൊക്കെ തയ്യാറായി. അതാണ് എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയ കാലഘട്ടം. ജ്ഞാനോദയ കാലഘട്ടത്തോടുകൂടി പീപ്പിൾ സ്റ്റുഡ് ഫോർ ലിബർട്ടി, ഈക്വാലിറ്റി, സോഷ്യലിസം, ഡെമോക്രസി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ റിനൈസൻസും ജ്ഞാനോദയ കാലഘട്ടവും ജനങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ജനങ്ങൾക്ക് വഴികാട്ടികളായി മാറി. അവരുടെ മനസ്സ് വിശാലമാകാൻ തുടങ്ങി. അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പിന്നെ എന്തിന് സമത്വത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും ചിന്തിക്കാൻ തുടങ്ങിയത് നവോത്ഥാനത്തിന്റെയും ജ്ഞാനോദയത്തിന്റെയും ഫലമായിരുന്നു. ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ ഭാഗത്തിലെ പാഠത്തിന്റെ ആമുഖമായിട്ട് നമ്മുടെ ടെസ്റ്റില് ഉള്ള കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു വെച്ചത് ഒരു കൂടി നോക്കാനുള്ള നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഏതൊക്കെ വിപ്ലവങ്ങൾ? നമ്പർ 1 അമേരിക്കൻ റവല്യൂഷൻ ഓർ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്പർ 2 ഫ്രഞ്ച് റവല്യൂഷൻ, ലാറ്റിൻ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ദ ലാസ്റ്റ് ചൈനീസ് റവല്യൂഷൻ. ഓക്കെ, ക്ലിയർ? അടുത്തത് വിപ്ലവങ്ങൾക്കുള്ള പ്രചോദനം, എന്തിനു വേണ്ടിയുള്ള ആവശ്യം? ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം, ഫ്രീഡം നിഷേധിക്കപ്പെടുമ്പോൾ ആൾക്കാർ ആരായി മാറുന്നു? വിപ്ലവകാരികളായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോ ഈ ജനങ്ങൾ അല്ലെങ്കിൽ വിപ്ലവകാരികളെ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം, വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകം ഇത് നവോത്ഥാനം, റിനൈസൻസ്. Renaissance produced so many changes in our society or mankind. Humanism, scientific knowledge, spirit of inquiry, vernacular language, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നവോത്ഥാനം നമുക്ക് നൽകുകയുണ്ട്. ആ നവോത്ഥാനമാണ്
റവല്യൂഷന്റെ ചാലക ശക്തിയായിട്ട് മാറി. മറ്റൊന്നാണ് എൻലൈറ്റ്മെന്റ്. അത് ശാസ്ത്രീയതയുടെ തുടക്കമായിരുന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ചിന്തകന്മാര്, ശാസ്ത്രജ്ഞന്മാര് ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുകയുണ്ടായി. അപ്പൊ അന്ധകാരത്തിൽ നിന്ന്, ഇരുണ്ട യുഗത്തിൽ നിന്ന്, ഡാർക്ക് ഏജിൽ നിന്ന് നമ്മുടെ ലോകത്തെ ആധുനികതയിലേക്ക്, വെളിച്ചത്തിലേക്ക് നയിച്ച പ്രസ്ഥാനത്തിന്റെ പേര് നവോത്ഥാനം. അപ്പോൾ റെനൈസൻസും എൻലൈറ്റ്മെന്റ് ഏജും, ജ്ഞാനോദയ കാലഘട്ടത്തിൽ മനുഷ്യനിൽ ലിബർട്ടി, സ്വാതന്ത്ര്യം, ഡെമോക്രസി, ജനാധിപത്യം, ഇക്വാലിറ്റി, സമത്വം തുടങ്ങിയ ആശയങ്ങൾക്ക് വേണ്ടി പോരാടാൻ പ്രേരിപ്പിക്കുകയുണ്ടായി. ഓക്കെ, എല്ലാം ക്ലിയർ ആയില്ലേ നമ്മുടെ ഈ ഒന്നാമത്തെ പാഠത്തിന്റെ ആമുഖം? ഓക്കെ.